ലോകഭൂപടത്തിൽ ഇന്നും അത്ഭുതങ്ങളും നിഗൂഢതകളും ഒളിപ്പിച്ചുവെച്ചിരിക്കുന്ന ഒരു ദേശമുണ്ട്. ഇരുമ്പുമറയ്ക്കുള്ളിലെ ആ ലോകത്തേക്ക് പുറത്തുനിന്നൊരാൾക്ക് എത്തിപ്പെടുക എന്നത് അസാധ്യമാണ്. ഇനി അഥവാ ആരെങ്കിലും അവിടെ എത്തിയാൽ തന്നെ അവിടുത്തെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ 1000 കണ്ണുകൾ അവർക്ക് ചുറ്റുമുണ്ടാകും. അങ്ങനെയൊരു ദേശത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് വർഷങ്ങളോളം ഒരു ചാരനായി ജീവിച്ച ഒരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതും ഒരു സിനിമക്കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളുമായി. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഉത്തര കൊറിയയുടെ വടക്കൻ അതിർത്തികളിലൂടെയാണ്. റാസൻ എന്ന പ്രത്യേക സാമ്പത്തിക മേഖലയുടെ ഇടുങ്ങിയ തെരുവുകളിലൂടെ. അവിടെ ഒരു സാധാരണ ബിസിനസ്സുകാരന്റെ വേഷത്തിൽ, എന്നാൽ ഉള്ളിൽ അതീവ രഹസ്യമായ ദൗത്യവുമായി നടന്ന കിം ഡോങ് ചുൽ എന്ന മനുഷ്യന്റെ ജീവിതത്തിലൂടെ. ആരാണ് കിം ഡോങ് ചുൽ? ഒരു സാധാരണ പാസ്റ്റർ? അതോ വിജയിച്ച ഒരു ബിസിനസ്സുകാരൻ? അതോ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചാരൻ? 2015 ഒക്ടോബർ മാസം വരെ ഉത്തര കൊറിയൻ ഭരണകൂടം കരുതിയിരുന്നത് അദ്ദേഹം തങ്ങളുടെ വിശ്വസ്തനായ ഒരു വിദേശ നിക്ഷേപകനാണെന്നായിരുന്നു. എന്നാൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു. ഈ കഥ ആരംഭിക്കുന്നത് ദക്ഷിണ കൊറിയയിലോ അമേരിക്കയിലോ അല്ല, മറിച്ച് ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും ചൈനയുടെയും അതിർത്തികൾ സംഗമിക്കുന്ന തന്ത്രപ്രധാനമായൊരിടത്താണ്. റാസൻ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ. ഉത്തര കൊറിയയുടെ പുറം ലോകത്തേക്കുള്ള അപൂർവം വാതിലുകളിലൊന്ന്. ഉത്തര കൊറിയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ആണവായുധങ്ങളുടെയും സൈനിക പരേഡുകളുടെയും കിം ജോങ് ഉന്നിന്റെയും ചിത്രങ്ങളാണ്. അവിടെ ഒരു വിദേശിക്ക്, പ്രത്യേകിച്ചും ഒരു അമേരിക്കൻ പൗരത്വമുള്ള കൊറിയൻകാരന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നാൽ കിം ഡോങ് ചുൽ അത് സാധിച്ചു. വർഷങ്ങളോളം. 1953-ൽ സോളിലാണ് കിം ജനിക്കുന്നത്. പിന്നീട് ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തെ അമേരിക്കയിലെത്തിച്ചു. വെർജീനിയയിലെ ഫെയർഫാക്സിൽ അദ്ദേഹം ഒരു സാധാരണ ജീവിതം നയിക്കുകയായിരുന്നു. ഒരു ബേക്കറി നടത്തിയും പള്ളിയിലെ പാസ്റ്ററായുമൊക്കെ ജീവിച്ച അദ്ദേഹം എങ്ങനെയാണ് ഉത്തര കൊറിയ എന്ന അഗ്നിപർവ്വതത്തിന് മുകളിലേക്ക് നടന്നു കയറിയത്? 2000ങ്ങളുടെ തുടക്കത്തിൽ ഉത്തര കൊറിയ പട്ടിണിമരണങ്ങളാൽ വലയുന്ന കാലഘട്ടമായിരുന്നു അത്. ഈ സമയത്താണ് കിം ഡോങ് ചുൽ മിഷനറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചൈന ഉത്തര കൊറിയ അതിർത്തിയിലെത്തുന്നത്. അവിടെ കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികൾ, മരുന്നില്ലാതെ കഷ്ടപ്പെടുന്ന വൃദ്ധർ. ഇത് കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അദ്ദേഹം ഉത്തര കൊറിയയിലേക്ക് മരുന്നെത്തിക്കാൻ തുടങ്ങിയത്. എന്നാൽ ആ യാത്രകൾ വെറും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തത പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് വലിയൊരവസരമായിരുന്നു. റാസൻ മേഖലയിൽ ബിസിനസ് ചെയ്യാനുള്ള അനുമതി അദ്ദേഹത്തിന് ലഭിച്ചു. ടുമൻ റിവർ ഹോട്ടൽ എന്ന പേരിൽ ഒരു ഹോട്ടൽ ബിസിനസ് അദ്ദേഹം അവിടെ ആരംഭിച്ചു. ചിന്തിച്ചു നോക്കൂ, ഒരു അമേരിക്കൻ പൗരൻ ഉത്തര കൊറിയയിൽ ഹോട്ടൽ നടത്തുന്നു. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അത്. പക്ഷേ ആ ഹോട്ടൽ വെറുമൊരു ഹോട്ടൽ മാത്രമായിരുന്നില്ല. ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും പാർട്ടി പ്രമുഖരും വന്നുചേരുന്ന ഒരിടമായിരുന്നു. മദ്യവും ഭക്ഷണവും വിളമ്പുന്നതിനിടയിൽ അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടത് അതീവ രഹസ്യമായ പല വിവരങ്ങളുമായിരുന്നു. കിം ഡോങ് ചുൽ വളരെ തന്ത്രപൂർവ്വം തന്റെ വല വിരിച്ചു. അദ്ദേഹം അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി അടുത്തു. അവർക്ക് സമ്മാനങ്ങൾ നൽകി, പണം നൽകി. വിശ്വസ്തതയുടെ മുഖമൂടിയണിഞ്ഞ് അദ്ദേഹം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഉത്തര കൊറിയൻ ഭരണകൂടം അദ്ദേഹത്തെ വിപ്ലവകാരിയായ ബിസിനസ്സുകാരൻ എന്ന് വിളിച്ചു. അവർ അദ്ദേഹത്തിന് മെഡലുകൾ നൽകി ആദരിച്ചു. എന്നാൽ ആ മെഡലുകൾ ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിരഞ്ഞത് മറ്റൊന്നായിരുന്നു: ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ. ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയായ NIS, അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA എന്നിവർക്കു വേണ്ടി അദ്ദേഹം വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയെന്നാണ് പിൽക്കാലത്ത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത്. ഒരു കൈയിൽ ബൈബിളും മറുകൈയിൽ ക്യാമറ ഘടിപ്പിച്ച വാച്ചുമായി അദ്ദേഹം ഉത്തര കൊറിയയുടെ ഇരുണ്ട ഇടനാഴികളിലൂടെ സഞ്ചരിച്ചു. പക്ഷേ ഉത്തര കൊറിയയിലെ രഹസ്യാന്വേഷണ വിഭാഗമായ ബോവിബു അത്ര മണ്ടന്മാരായിരുന്നില്ല. അവരുടെ കണ്ണുകൾ എപ്പോഴും എല്ലാവർക്കും മേലുണ്ടായിരുന്നു. കിം ഡോങ് ചുലിന്റെ ഓരോ നീക്കങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവോ, അതോ അദ്ദേഹം അവരെ പൂർണ്ണമായും കബളിപ്പിച്ചോ? ഒരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2015 ഒക്ടോബർ മാസം, റാസണിലെ ഒരു ഹോട്ടൽ മുറിയിൽ വച്ച് കിം ഡോങ് ചുൽ ഒരു മുൻ ഉത്തര കൊറിയൻ സൈനികനെ കാണാൻ തീരുമാനിക്കുന്നു. ആ കൂട്ടിക്കാഴ്ച സാധാരണമായിരുന്നില്ല.
ആ സൈനികന്റെ കയ്യിൽ ഒരു USB ഡ്രൈവ് ഉണ്ടായിരുന്നു. അതിലടങ്ങിയിരുന്നത് ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള നിർണായക രേഖകളായിരുന്നു. ആ കൂട്ടിക്കാഴ്ച ഒരു കെണിയായിരുന്നവോ, അതോ കിം ഡോങ് ചുലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിരുന്നോ അത്? ചരിത്രത്തിലെ ആ കറുത്ത ഏടുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. കിം ഡോങ് ചുലിന്റെ അറസ്റ്റിലേക്ക് നയിച്ച ആ നാടകീയ നിമിഷങ്ങളിലേക്ക്. അത് വെറുമൊരു അറസ്റ്റായിരുന്നില്ല, മറിച്ച് നരകത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കലായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2015 ഒക്ടോബർ മാസത്തിലെ ആ ദിവസത്തിലേക്ക് എത്തുന്നതിന് മുൻപ് കിം ഡോങ് ചുൽ എന്ന മനുഷ്യൻ എങ്ങനെയാണ് ഉത്തര കൊറിയൻ മണ്ണിൽ തന്റെ ചാരപ്പണി നടത്തിയിരുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതൊരു സാധാരണ രീതിയായിരുന്നില്ല. ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ കാണുന്നതുപോലെയുള്ള അത്യാധുനികമായ സംവിധാനങ്ങളല്ല, മറിച്ച് അതീവ ലളിതവും എന്നാൽ അപകടകരവുമായ മാർഗങ്ങളായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത്. റാസൻ സാമ്പത്തിക മേഖലയിലെ തന്റെ ഹോട്ടൽ ബിസിനസ് അദ്ദേഹത്തിനൊരു മികച്ച കവചമായിരുന്നു. ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരുമായി സൗഹൃദം സ്ഥാപിക്കുക എന്നത് ബിസിനസിന്റെ ഭാഗമായി കണ്ടാൽ മതിയായിരുന്നു. എന്നാൽ ഈ സൗഹൃദങ്ങൾക്കിടയിൽ അദ്ദേഹം തിരഞ്ഞത് സൈനിക രഹസ്യങ്ങളായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്താണെന്നറിയാമോ? കയ്യിൽ കെട്ടിയിരുന്ന ഒരു വാച്ച്. പുറമേ നിന്ന് നോക്കിയാൽ സമയം നോക്കാൻ ഉപയോഗിക്കുന്ന വെറുമൊരു വാച്ച്. എന്നാൽ അതിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്നത് അത്യാധുനികമായ ഒരു ചെറിയ ക്യാമറയായിരുന്നു. ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം സഞ്ചരിക്കുമ്പോഴും അദ്ദേഹം ഈ വാച്ച് ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തി. നാവികസേനാ കപ്പലുകളുടെ ചിത്രങ്ങൾ, ആണവ നിലയങ്ങളുടെ രൂപരേഖകൾ, സൈനിക വിന്യാസത്തിന്റെ വിവരങ്ങൾ, ഇതെല്ലാം ആ ചെറിയ ലെൻസിലൂടെ ഒപ്പിയെടുത്തു, ഉത്തര കൊറിയയിൽ നിന്ന് ആരും സംശയിക്കാതെ. പക്ഷേ ഒറ്റയ്ക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. പണത്തിനത്യാവശ്യമുള്ള എന്നാൽ ഭരണകൂടത്തോട് അതൃപ്തിയുള്ള ഉത്തര കൊറിയൻ പൗരന്മാരെ അദ്ദേഹം കണ്ടെത്തി. അവർക്ക് പണം നൽകി വിവരങ്ങൾ ചോർത്തി. അങ്ങനെ ഉത്തര കൊറിയയുടെ ഉള്ളറകളിൽ നിന്ന് വിവരങ്ങൾ ദക്ഷിണ കൊറിയയിലേക്കും അമേരിക്കയിലേക്കും ഒഴുകി. എന്നാൽ ഒക്ടോബർ 15, ആ മാസം കിം ഡോങ് ചുലിന്റെ വിധി കുറിച്ച മാസമായിരുന്നു. അന്ന് അദ്ദേഹം റാസണിലെ ഒരു ഹോട്ടൽ മുറിയിൽ കാത്തിരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഒരു ഇൻഫോമറായിരുന്നു. മുൻപ് പലതവണ വിവരങ്ങൾ കൈമാറിയിട്ടുള്ള ഉത്തര കൊറിയൻ സൈനികത്തിലെ മുൻ ഉദ്യോഗസ്ഥൻ. ഇത്തവണ കൈമാറേണ്ടത് അതീവ പ്രാധാന്യമുള്ള ഒരു സാധനമായിരുന്നു, ഒരു USB ഡ്രൈവ്. അതിലുണ്ടായിരുന്നത് ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള നിർണായക രേഖകളായിരുന്നു. പുറത്ത് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഹോട്ടൽ മുറിയിലെ നിശബ്ദതയിൽ അവരുടെ ശ്വാസഗതികൾ പോലും കേൾക്കാമായിരുന്നു. ആ മുൻ സൈനികൻ USB ഡ്രൈവ് കിം ഡോങ് ചുല്ലിന് കൈമാറി. പകരം പണം കൈമാറാൻ കിം തയ്യാറെടുത്തു. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നു എന്ന് അദ്ദേഹം കരുതി. പക്ഷേ ആ നിമിഷം വാതിൽ തകർത്തകത്തേക്കിരച്ചു കയറിയത് ഹോട്ടൽ ജീവനക്കാരല്ലായിരുന്നു. അത് ഉത്തര കൊറിയയുടെ പേടി സ്വപ്നമായ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു. യൂണിഫോം ധരിച്ചവർ, സിവിൽ വേഷം ധരിച്ചവർ. നിമിഷനേരം കൊണ്ട് ആ മുറി ഒരു യുദ്ധക്കളമായി മാറി. കിം ഡോങ് ചുൽ സ്തംഭിച്ചുപോയി. താൻ വിശ്വസിച്ച ആ ഇൻഫോമർ, അയാൾ യഥാർത്ഥത്തിൽ കൂറുമാറിയതായിരുന്നുവോ? അതോ അയാൾക്ക് മുകളിൽ നിരീക്ഷണമുണ്ടായിരുന്നോ? ആ ചോദ്യങ്ങൾക്കുത്തരം കിട്ടും മുൻപേ കിം ഡോങ് ചുല്ലിനെ അവർ കീഴ്പ്പെടുത്തി. കൈകൾ പിന്നിലേക്ക് കെട്ടി തലയിലൂടെ കറുത്ത തുണിയിട്ട് അവർ അദ്ദേഹത്തെ വലിച്ചെഴിച്ചു കൊണ്ടുപോയി. റാസണിൽ നിന്ന് പ്യോങ്യാങ്ങിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് എങ്ങനെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകണം. താൻ പിടിക്കപ്പെട്ടു എന്ന സത്യം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. കാരണം പിടിക്കപ്പെട്ടാൽ എന്താണ് ശിക്ഷ എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അത് വെറുമൊരു ജയിൽ ശിക്ഷയല്ല, മറിച്ച് മരണത്തേക്കാൾ ഭയാനകമായ പീഡനങ്ങളായിരിക്കും തന്നെ കാത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പ്യോങ്യാങ്ങിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് അദ്ദേഹത്തെ എത്തിച്ചത്. അവിടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ആദ്യത്തെ ദിവസങ്ങൾ നരകതുല്യമായിരുന്നു. ഉറങ്ങാൻ അനുവദിക്കാതെ തുടർച്ചയായി ചോദ്യങ്ങൾ. ആർക്കു വേണ്ടിയാണ് നീ പ്രവർത്തിക്കുന്നത്? CIA-ക്കോ അതോ ദക്ഷിണ കൊറിയൻ നാഷണൽ ഇന്റലിജൻസ് സർവീസിനോ? ആദ്യം അദ്ദേഹം എല്ലാം നിഷേധിച്ചു. താനൊരു ബിസിനസ്സുകാരൻ മാത്രമാണെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വന്നതാണെന്നും പറഞ്ഞു നോക്കി. പക്ഷേ അവരുടെ കയ്യിൽ തെളിവുകളുണ്ടായിരുന്നു. ആ USB ഡ്രൈവ്, ആ വാച്ച് ക്യാമറ, എല്ലാം അവർ കണ്ടെടുത്തു കഴിഞ്ഞിരുന്നു. ഒടുവിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്കൊടുവിൽ 2016 മാർച്ചിൽ ലോകം ഒരു വാർത്ത കണ്ടു. ഉത്തര കൊറിയൻ TV-യിലൂടെ സംപ്രേഷണം ചെയ്ത ഒരു പത്രസമ്മേളനം. അതിൽ തലകുനിച്ച് കണ്ണീരോടെ നിൽക്കുന്ന ഒരു മധ്യവയസ്കൻ. അത് കിം ഡോങ് ചുലായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ലോകത്തെ ഞെട്ടിച്ചു.
ഞാൻ ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ദക്ഷിണ കൊറിയൻ യാഥാർത്ഥ്യങ്ങൾക്കു വേണ്ടി ഞാൻ ഉത്തര കൊറിയൻ സൈനിക രഹസ്യങ്ങൾ ചോർത്തി. ഇത് അദ്ദേഹം സ്വയം പറഞ്ഞതാണോ അതോ തോക്കിൻ മുനയിൽ പറയിപ്പിച്ചതാണോ? ആ ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. പക്ഷേ ആ കുറ്റസമ്മതത്തോടെ അദ്ദേഹത്തിന്റെ വിധി തീരുമാനിക്കപ്പെട്ടു. 10 വർഷത്തെ കഠിന തടവ്. അതും സാധാരണ ജയിലിലല്ല, ഉത്തര കൊറിയയുടെ കുപ്രസിദ്ധമായ ലേബർ ക്യാമ്പുകളിലൊന്നിൽ. ഇനി അങ്ങോട്ട് കിം ഡോങ് ചുൽ എന്ന വ്യക്തിക്ക് പേരില്ല, പകരം ഒരു നമ്പർ മാത്രം. തടവുകാരൻ നമ്പർ 4029. ആ നമ്പറിലേക്ക് ചുരുങ്ങിയ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ, സൂര്യപ്രകാശം പോലും കാണാതെ അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങൾ, അത് കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ ഇരുട്ടറയിലെ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. സ്വന്തം പേര് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുവരെ നമ്മളെ വിളിച്ചിരുന്ന പേര്, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ പദവി എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുക, പകരം വെറുമൊരു നമ്പർ മാത്രമായി മാറുക. കിം ഡോങ് ചുല്ലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. 2016 ഏപ്രിൽ മാസം, വിചാരണ എന്ന് പേരിനു മാത്രം വിളിക്കാവുന്ന ഒരു പ്രഹസനത്തിനു ശേഷം കോടതി വിധി പറഞ്ഞു. 10 വർഷത്തെ കഠിന തടവ്. ആ നിമിഷം മുതൽ കിം ഡോങ് ചുൽ എന്ന പേര് ഔദ്യോഗിക രേഖകളിൽ നിന്നും മാഞ്ഞുപോയി. പകരം ജനിച്ചത് തടവുകാരൻ നമ്പർ 4029, പ്രിസണർ നമ്പർ 429 എന്നായിരുന്നു. ഉത്തര കൊറിയയിലെ ലേബർ ക്യാമ്പുകൾ അല്ലെങ്കിൽ തൊഴിൽ തടങ്കൽ പാളയങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ സ്ഥലങ്ങളിലൊന്നാണ്. അവിടെ എത്തുന്ന ഒരാൾ തിരിച്ചുവരുമെന്ന് ആരും പ്രതീക്ഷിക്കാറില്ല. 60 വയസ്സ് പിന്നിട്ട് ആരോഗ്യപ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വിധി മരണശിക്ഷയ്ക്ക് തുല്യമായിരുന്നു. അദ്ദേഹത്തെ പാർപ്പിച്ചത് സാധാരണ ജയിലിലായിരുന്നില്ല. രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്ന അതീവ സുരക്ഷയുള്ള, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രത്യേക കേന്ദ്രങ്ങളിലൊന്നിലായിരുന്നു. അവിടുത്തെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് പുലർച്ചെയാണ്. കൊടും തണുപ്പിൽ -ഡിഗ്രിയിൽ താഴെ താഴ്ന്ന താപനിലയിൽ അദ്ദേഹത്തെ വിളിച്ചുണർത്തും. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും പരിമിതമായ സമയം മാത്രം. പിന്നെ തുടങ്ങുന്നത് കഠിനമായ ജോലികളാണ്. തണുത്തുറഞ്ഞ മണ്ണിൽ കുഴിയെടുക്കുക, പാറ പൊട്ടിക്കുക, ബീൻസ് കൃഷി ചെയ്യുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ദിനചര്യകൾ. ഒരു ബിസിനസ്സുകാരനായി സ്യൂട്ടും കോട്ടും ധരിച്ചു നടന്നിരുന്ന കൈകൾ മണ്ണിലും ചെളിയിലും പുരണ്ടു. കൈവിരലുകൾ പൊട്ടി രക്തം വന്നു. നടുവേദന കൊണ്ട് പുളയുമ്പോഴും വിശ്രമിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഒന്ന് നിന്നുപോയാൽ അപ്പപ്പോൾ പാഞ്ഞെത്തുന്ന കാവൽക്കാരുടെ മർദ്ദനം. നീയൊരു ചാരനാണ്, നിനക്ക് ദയ അർഹിക്കുന്നില്ല എന്നലറിക്കൊണ്ടുള്ള ആക്രോശങ്ങൾ. ഭക്ഷണത്തിന്റെ കാര്യം അതിലും ദയനീയമായിരുന്നു. വേവിച്ച ചോളവും പേരിന് മാത്രം ഒപ്പുള്ള ക്യാബേജ് സൂപ്പും. പലപ്പോഴും ആ ഭക്ഷണത്തിൽ പുഴുക്കളും കല്ലുകളും ഉണ്ടാകും. എന്നാൽ വിശപ്പ് എന്ന സത്യത്തിനു മുന്നിൽ അതെല്ലാം അമൃതായി തോന്നും. ആഹാരം കുറവായതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ശരീരം മെലിഞ്ഞുണങ്ങി. 30 കിലോയോളം ഭാരം ആ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. എന്നാൽ ശാരീരിക പീഡനങ്ങളെക്കാൾ ഭയാനകമായിരുന്നു മാനസിക പീഡനങ്ങൾ. ചോദ്യം ചെയ്യലുകൾ അവസാനിച്ചിരുന്നില്ല. CIA-ക്ക് വേണ്ടിയാണോ അതോ ദക്ഷിണ കൊറിയയ്ക്ക് വേണ്ടിയാണോ പ്രവർത്തിച്ചത് എന്ന ചോദ്യം അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ചോദ്യം ചെയ്യലിൻ്റെ ഇടെ വാട്ടർ ടോർച്ചർ അഥവാ ജലപീഡനം പോലുള്ള ക്രൂരമായ മുറകൾ അവർ പ്രയോഗിച്ചിരുന്നതായി പിന്നീട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളം ഒരേ നിൽപ്പ് നിൽക്കാൻ നിർബന്ധിക്കുക, ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുക, മനുഷ്യന്റെ സമനില തെറ്റിക്കാൻ പോന്ന എല്ലാ തന്ത്രങ്ങളും അവർ പയറ്റി. ഈ സമയത്താണ് മറ്റൊരു ദുരന്തം അദ്ദേഹത്തിന്റെ കാതുകളിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ. ഉത്തര കൊറിയയിൽ വെച്ച് അദ്ദേഹം വിവാഹം കഴിച്ച ഭാര്യയും അവരുടെ കുടുംബവും അറസ്റ്റിലായിരിക്കുന്നു. താൻ ചെയ്ത കുറ്റത്തിന് നിരപരാധിയായ ഭാര്യയെയും അവർ വെറുതെ വിട്ടില്ല. ആ വാർത്ത അദ്ദേഹത്തെ മാനസികമായി തകർത്തു. താൻ കാരണം തന്റെ പ്രിയപ്പെട്ടവർ കൂടി നരകയാതന അനുഭവിക്കുന്നു എന്ന തിരിച്ചറിവ്, ആ കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി. ജയിലിനുള്ളിലെ ഏകാന്തതയെ അദ്ദേഹം പലപ്പോഴും ദൈവത്തെ വിളിച്ചു. താൻ വിശ്വസിച്ചിരുന്ന വിശ്വാസം മാത്രമായിരുന്നു ഏക ആശ്വാസം. ചുമരുകളിൽ നോക്കി അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണമേ, എന്റെ കുടുംബത്തെ കാക്കണമേ. പുറം ലോകത്തെന്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അമേരിക്കയിൽ ഒരു പുതിയ പ്രസിഡന്റ് അധികാരമേറ്റു എന്നതോ ഉത്തര കൊറിയയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായെന്നതോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. താൻ ഉപേക്ഷിക്കപ്പെട്ടവനായി എന്ന് അദ്ദേഹം ഭയന്നു. അതേസമയം ലോകത്തിന്റെ മറ്റൊരു കോണിൽ അമേരിക്കയിൽ ഒരു യുവാവിന്റെ മരണം വലിയ ചർച്ചയാകുന്നുണ്ടായിരുന്നു. ഓട്ടോ വാമ്പിയർ എന്ന യുവാവ്. ഉത്തര കൊറിയയിൽ തടവിലായിരുന്ന ആ യുവാവ്
കോമയിൽ തിരിച്ചെത്തുകയും ദിവസങ്ങൾക്കകം മരിക്കുകയും ചെയ്ത സംഭവം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചു. ഇത് കിം ഡോങ് ചുല്ലിന്റെ മോചനത്തിനുള്ള സാധ്യതകളെ അടച്ചുകളഞ്ഞോ, അതോ അതൊരു പുതിയ വഴിത്തിരിവായിരുന്നോ? നമ്പർ 429 എന്ന തടവുകാരന്റെ വിധിയിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ അത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെ 2018 തുടക്കത്തിൽ ജയിലിലെ അന്തരീക്ഷത്തിൽ ചെറിയൊരു മാറ്റം അദ്ദേഹം ശ്രദ്ധിച്ചു. കാവൽക്കാരുടെ പെരുമാറ്റത്തിൽ വന്ന നേരിയ വ്യത്യാസം, ഭക്ഷണത്തിൽ വന്ന ചെറിയ മാറ്റം. എന്താണ് സംഭവിക്കുന്നത്? പുറത്തെന്തോ വലിയ കാര്യം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചാരക്കണ്ണുകൾ തിരിച്ചറിഞ്ഞു. ആ മാറ്റത്തിന് കാരണക്കാരൻ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ കിം ജോങ് ഉൻ തന്നെയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറെടുക്കുകയായിരുന്നു. ആ ചരിത്രപരമായ ഉച്ചകോടിക്ക് മുൻപ് അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ ഒരു സമ്മാനം നൽകാൻ കിം ജോങ് ഉൻ തീരുമാനിച്ചു. ആ സമ്മാനം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. തടവറയിലെ ഇരുട്ടിൽ മരണം കാത്തുകിടന്നിരുന്ന കിം ഡോങ് ചുലിന്റെ മുന്നിലേക്ക് വിധി വീണ്ടും ഒരു അത്ഭുതവുമായെത്തി. 2018 മെയ് മാസം ജയിലിലെ കഠിനമായ ചിട്ടകൾക്ക് പെട്ടെന്നൊരയവു വന്നു. കാവൽക്കാരുടെ മുഖത്തെ ഭാവം മാറി. അതുവരെ എടാ പോടാ എന്ന് വിളിച്ചിരുന്നവർ പെട്ടെന്ന് ബഹുമാനത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ ജയിൽ അധികൃതർ അദ്ദേഹത്തോട് കുളിക്കാൻ ആവശ്യപ്പെട്ടു. മുഷിഞ്ഞ ജയിൽ വസ്ത്രങ്ങൾക്ക് പകരം പുതിയ വസ്ത്രങ്ങൾ നൽകി. എന്താണ് സംഭവിക്കുന്നത്? തന്നെ വധിക്കാൻ കൊണ്ടുപോകുകയാണോ, അതോ മറ്റൊരു ജയിലിലേക്ക് മാറ്റുകയാണോ? കിം ഡോങ് ചുലിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. കാരണം ഉത്തര കൊറിയയിൽ നല്ല പെരുമാറ്റം പലപ്പോഴും വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ മുന്നോടിയാകാറുണ്ട്. എന്നാൽ ഇത്തവണ അത് ദുരന്തമായിരുന്നില്ല. അദ്ദേഹത്തെ കൊണ്ടുപോയത് പ്യോങ്യാങ്ങിടെ ഒരു ഹോട്ടലിലേക്കായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം മറ്റു 2 പേരെ കണ്ടു. കിം ഹാക്സോങ്, ടോണി കിം. അവരും അമേരിക്കൻ പൗരന്മാരായിരുന്നു. അവരും ഉത്തര കൊറിയൻ തടവറയിൽ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പരസ്പരം കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. സംസാരിക്കാൻ പോലും വാക്കുകൾ കിട്ടാത്ത അവസ്ഥ. അവിടെ വെച്ചവർക്ക് നല്ല ഭക്ഷണം നൽകി, വൈദ്യപരിശോധന നടത്തി. അവരുടെ ശരീരം മെലിഞ്ഞുണങ്ങിയിരുന്നുവെങ്കിലും പുറം ലോകത്തിനു മുന്നിൽ അവരെ ആരോഗ്യമുള്ളവരായി അവതരിപ്പിക്കേണ്ടത് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ ആവശ്യമായിരുന്നു. ഓട്ടോ വാമ്പിയറുടെ ദാരുണമായ അന്ത്യമുണ്ടാക്കിയ പേരുദോഷം മാറ്റാൻ കിം ജോങ് ഉന്നിന് ഇതൊരവസരമായിരുന്നു. പിന്നീട് നടന്നത് ചരിത്രമാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ നേരിട്ട് ഉത്തര കൊറിയയിലെത്തി. ആ കൂട്ടിക്കാഴ്ച അതീവ രഹസ്യമായിരുന്നു. പോംപിയോ കിം ജോങ് ഉന്നുമായി സംസാരിച്ചു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ തീരുമാനം വന്നു: ഈ 3 അമേരിക്കക്കാരെയും വെറുതെ വിടുന്നു. ഇത് കേട്ടപ്പോൾ കിം ഡോങ് ചുലിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണോ, അതോ ഇതൊരു കെണിയാണോ? വിമാനത്തിൽ കയറുന്നതുവരെ അദ്ദേഹം ഭയന്നു വിറയ്ക്കുകയായിരുന്നു. ഏതു നിമിഷവും മനസ്സുമാറിയേക്കാവുന്ന ഒരേകാധിപതിയുടെ നാട്ടിലാണ് താൻ നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ മൈക്ക് പോംപിയോയുടെ വിമാനത്തിൽ അവർ 3 പേരും കയറി. വിമാനത്തിന്റെ വാതിലുകൾ അടഞ്ഞപ്പോൾ, എഞ്ചിനുകൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ, അപ്പോൾ മാത്രമാണ് കിം ഡോങ് ചുലിന് ശ്വാസം നേരെ വീണത്. വിമാനം ഉത്തര കൊറിയൻ വ്യോമാതിർത്തി കടന്നപ്പോൾ വിമാനത്തിനുള്ളിലെ ഉദ്യോഗസ്ഥർ കൈയടിച്ചു. "യു ആർ സേഫ് നൗ" എന്ന വാചകം കേട്ടപ്പോൾ ആ 64കാരൻ പൊട്ടിക്കരഞ്ഞുപോയി. പക്ഷേ കഥയവിടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥ നാടകം നടക്കാൻ പോകുന്നത് അമേരിക്കയിലാണ്. വാഷിംഗ്ടണിലെ ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസ്. സമയം പുലർച്ചെ 3 മണി. സാധാരണഗതിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയം. എന്നാൽ അന്ന് ആ വിമാനത്താവളം പകൽ പോലെ വെളിച്ചത്തിൽ കുഴിച്ചു നിൽക്കുകയായിരുന്നു. 100 കണക്കിന് ക്യാമറകൾ, മാധ്യമപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എല്ലാവരും ആ വിമാനത്തെ കാത്തുനിൽക്കുകയായിരുന്നു. വിമാനം ലാൻഡ് ചെയ്തു. വാതിൽ തുറന്നു. പടവുകൾക്ക് താഴെ അവരെ സ്വാഗതം ചെയ്യാൻ കാത്തുനിന്നത് മറ്റാരുമായിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. കൂടെ പ്രഥമ വനിത മെലാനിയ ട്രംപും. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ രാത്രിയുടെ യാമത്തിൽ അവരെ സ്വാഗതം ചെയ്യാൻ നേരിട്ടെത്തിയിരിക്കുന്നു. കിം ഡോങ് ചുൽ വിമാനത്തിൽ നിന്നിറങ്ങി. കൈകൾ ഉയർത്തിപ്പിടിച്ച് വിജയചിഹ്നം വി സൈൻ കാണിച്ചു. ആ ചിത്രം, മെനിഞ്ഞുണങ്ങിയ എന്നാൽ ആത്മവിശ്വാസം നിറഞ്ഞ ആ മുഖം, ലോകമെമ്പാടുമുള്ള പത്രങ്ങളുടെ മുൻപേജിൽ സ്ഥാനം പിടിച്ചു. ട്രംപ് അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു. "സ്വാഗതം, വീട്ടിലേക്ക് സ്വാഗതം" എന്ന് പറഞ്ഞു. ആ നിമിഷം കിം ഡോങ് ചുൽ വെറുമൊരു മുൻ തടവുകാരനായിരുന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു.
വരാനിരിക്കുന്ന ട്രംപ് കിം ഉച്ചകോടിയുടെ വിജയത്തിനുള്ള മുന്നൊരുക്കമായിരുന്നു അത്. എന്നാൽ കിം ഡോങ് ചുലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുനർജന്മമായിരുന്നു. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ദൂരം വെറുമൊരു വിമാനയാത്ര മാത്രമായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്നാൽ ആഹ്ലാദാരവങ്ങൾക്കും ഫ്ലാഷ് ലൈറ്റുകൾക്കും അപ്പുറം മറ്റൊരു സത്യം അവശേഷിക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് മോചിതനായെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോഴും ഉത്തര കൊറിയയിൽ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ഇപ്പോഴും അവിടെയുണ്ട്. താൻ കാരണം അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ആ ചിന്ത അദ്ദേഹത്തെ വിട്ടുപോയില്ല. മാത്രമല്ല, തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അതുവരെ ലോകം കേട്ട കഥകളെ മാറ്റിമറിക്കുന്നതായിരുന്നു. താൻ വെറുമൊരു ഇരയല്ല, മറിച്ച് താൻ ശരിക്കുമൊരു ചാരനായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതും ആർക്കുവേണ്ടി? CIA-ക്ക് വേണ്ടി. ഒരു തടവുകാരൻ മോചിതനായ ശേഷം താൻ ചാരനായിരുന്നുവെന്ന് പരസ്യമായി സമ്മതിക്കുന്നത് ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. സാധാരണഗതിയിൽ എല്ലാവരും അത് നിഷേധിക്കുകയാണ് പതിവ്. എന്നാൽ കിം ഡോങ് ചുൽ അത് തുറന്നു പറഞ്ഞു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? എങ്ങനെയാണ് CIA അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്തത്? ആ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരു തടവുകാരൻ മോചിതനാകുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് അവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചാണ്. ഞാൻ നിരപരാധിയാണ്, എന്നെ അന്യായമായി പിടിച്ചതാണ് എന്ന പതിവ് പല്ലവി. എന്നാൽ കിം ഡോങ് ചുൽ വ്യത്യസ്തനായിരുന്നു. അമേരിക്കയിൽ തിരിച്ചെത്തി കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അതെ, ഞാനൊരു ചാരനായിരുന്നു. ഞാൻ CIA-ക്കും ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസിനും വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു അമേരിക്കൻ പൗരൻ പരസ്യമായി ചാരപ്രവർത്തനം സമ്മതിക്കുക എന്നത് നയതന്ത്രപരമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ്. പക്ഷെ കിം ഡോങ് ചുലിന് ഒന്നും ഒളിച്ചുവയ്ക്കാനില്ലായിരുന്നു. അദ്ദേഹം തന്റെ കഥ തുറന്നു പറഞ്ഞു. എങ്ങനെയാണിത് തുടങ്ങിയത്? 2009-ൽ. അന്ന് അദ്ദേഹം ചൈനയിലെ യാൻജി നഗരത്തിൽ താമസിക്കുകയായിരുന്നു. ഉത്തര കൊറിയൻ അതിർത്തിക്കടുത്തുള്ള ഈ നഗരം ചാരന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും താവളമായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം സ്റ്റീവ് കിം എന്നുപേരുള്ള ഒരു CIA ഏജന്റിനെ പരിചയപ്പെടുന്നത്. ആദ്യം അതൊരു സാധാരണ സൗഹൃദമായിരുന്നു. ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയ അവർ പിന്നീട് ഉത്തര കൊറിയയിലെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടന്നു. കിം ഡോങ് ചുലിന് ഉത്തര കൊറിയയിലുണ്ടായിരുന്ന സ്വാധീനം CIA തിരിച്ചറിഞ്ഞു. റാസൻ സാമ്പത്തിക മേഖലയിലെ അദ്ദേഹത്തിന്റെ ഹോട്ടൽ, അവിടെ വരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം, ഇതൊക്കെ CIA-ക്ക് സ്വർണ്ണഖനി പോലെയായിരുന്നു. അങ്ങനെ സ്റ്റീവ് കിം അദ്ദേഹത്തിനൊരു ഓഫർ നൽകി. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാമോ? ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് വേണം. കിം ഡോങ് ചുൽ ആദ്യം മടിച്ചു. പിടിക്കപ്പെട്ടാൽ മരണമുറപ്പാണ്. പക്ഷേ ഉത്തര കൊറിയൻ ഭരണകൂടത്തോടുള്ള വെറുപ്പും പണത്തോടുള്ള ആർത്തിയും ഒപ്പം സാഹസികതയോടുള്ള ഭ്രമവും അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചു. അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിന് നൽകിയ ഉപകരണങ്ങൾ സിനിമകളെ വെല്ലുന്നതായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ വാച്ച് ക്യാമറ മാത്രമല്ല, ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന പേനകൾ, വസ്ത്രങ്ങളിൽ ഒളിപ്പിക്കാവുന്ന മൈക്രോഫോണുകൾ, ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചു. പരിശീലനം വളരെ ലളിതമായിരുന്നു. സംശയം തോന്നാതെ പെരുമാറുക, സ്വാഭാവികമായി വിവരങ്ങൾ ചോദിക്കുക. 2011 മുതൽ 2015 വരെ കിം ഡോങ് ചുൽ CIA-യുടെയും ദക്ഷിണ കൊറിയൻ NIS-ന്റെയും വിശ്വസ്തനായ ഏജന്റായി പ്രവർത്തിച്ചു. ഉത്തര കൊറിയൻ കപ്പലുകളുടെ നീക്കങ്ങൾ, ആണവ നിലയങ്ങളുടെ നിർമ്മാണ പുരോഗതി, സൈനിക വിന്യാസങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ചോർത്തി നൽകി. ഇതിന് പ്രതിഫലമായി അദ്ദേഹത്തിന് ലഭിച്ചത് ആയിരക്കണക്കിന് ഡോളറായിരുന്നു. എന്നാൽ പണം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് താൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണെന്നാണ്. ഉത്തര കൊറിയയുടെ ഭീഷണിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ താൻ സഹായിക്കുന്നുവെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അദ്ദേഹം ഒരു കാര്യം മറന്നു. ചാരപ്പണിയിൽ സുഹൃത്തുക്കളില്ല. ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയപ്പെടുന്ന കരുവാണ് ഓരോ ചാരനും. അദ്ദേഹം അറസ്റ്റിലായപ്പോൾ CIA-യുടെ ഭാഗത്തുനിന്ന് കാര്യമായൊരു നീക്കവുമുണ്ടായില്ല. പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ഞങ്ങൾക്ക് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല എന്ന പതിവ് മറുപടി. ജയിലിൽ വെച്ച് അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് CIA-യോട് ദേഷ്യമുണ്ടായിരുന്നോ? അറിയില്ല. പക്ഷേ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെയാണ് സംസാരിച്ചത്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ അറസ്റ്റിന് കാരണമായ ആ USB ഡ്രൈവ് കൈമാറിയ മുൻ സൈനികൻ, അയാൾ യഥാർത്ഥത്തിൽ ഡബിൾ ഏജന്റ് ആയിരുന്നുവോ? CIA-ക്ക് വേണ്ടിയും ഉത്തര കൊറിയയ്ക്ക് വേണ്ടിയും ഒരേ സമയം പ്രവർത്തിച്ചിരുന്ന ഒരാൾ? അതോ ഉത്തര കൊറിയൻ രഹസ്യാന്വേഷണ വിഭാഗം കിം ഡോങ് ചുല്ലിനെ കുടുക്കാൻ വേണ്ടി മനഃപൂർവ്വം നിയോഗിച്ച ആളായിരുന്നു? കിം ഡോങ് ചുല്ലിന്റെ വെളിപ്പെടുത്തലുകൾ ഉത്തര കൊറിയൻ ഭരണകൂടത്തെ ചോടിപ്പിച്ചു.
അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അവരുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ എത്ര വലിയ വിള്ളലുകളാണ് ഉണ്ടായിരുന്നത്. ഒരു അമേരിക്കൻ ചാരൻ വർഷങ്ങളോളം അവരുടെ മൂക്കിന് താഴെ നിന്ന് വിവരങ്ങൾ ചോർത്തി. ഇത് ഉത്തര കൊറിയയിൽ വലിയ അഴിച്ചുപണിക്ക് കാരണമായി എന്ന് പറയപ്പെടുന്നു. പല ഉന്നത ഉദ്യോഗസ്ഥരും സംശയത്തിന്റെ നിഴലിലായി. ചിലർ അപ്രത്യക്ഷരായി. കിം ഡോങ് ചുല്ലിന്റെ മോചനം ഒരു രാഷ്ട്രീയ വിജയമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഒരു സുരക്ഷാ ദുരന്തമായിരുന്നു. ഇനി കഥയുടെ അവസാന ഭാഗത്തേക്ക്. എല്ലാം കഴിഞ്ഞ് കിം ഡോങ് ചുൽ ഇന്നെവിടെയാണ്? ആ 64-കാരന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്താണ്? ജയിൽ മോചിതനായെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോഴും സ്വതന്ത്രമാണോ? വലിയ കോലാഹലങ്ങൾക്കും ആഘോഷങ്ങൾക്കും ശേഷം ജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിവരുമ്പോൾ പലപ്പോഴും ബാക്കിയാകുന്നത് ശൂന്യതയാണ്. കിം ഡോങ് ചുല്ലിന്റെ കാര്യത്തിലും സംഭവിച്ചത് അതാണ്. 2018 മെയ് മാസത്തിൽ ആഡംബരപൂർണമായ സ്വീകരണങ്ങളും ട്രംപിന്റെ കൈപിടിച്ച് വിമാനമിറങ്ങിയതും ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായതുമെല്ലാം കഴിഞ്ഞു. എന്നാൽ ക്യാമറകളുടെ വെളിച്ചമണഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയത് തന്റെ പഴയ ഏകാന്തതയിലേക്കാണ്. ഇന്ന് അദ്ദേഹം ന്യൂയോർക്കിൽ ക്വീൻസ് എന്ന സ്ഥലത്ത് താമസിക്കുന്നു, ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ. അവിടെ അദ്ദേഹം സുരക്ഷിതനാണ്. പക്ഷേ മനസ്സ് ഇപ്പോഴും ഉത്തര കൊറിയയിലെ തണുത്തുറഞ്ഞ ജയിൽ മുറികളിൽ അലയുന്നുണ്ടാകാം. അദ്ദേഹം ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. അദ്ദേഹം അധികം സംസാരിക്കാറില്ല. വല്ലപ്പോഴും പള്ളിയിൽ പോകും, അവിടെയുള്ളവരോട് സംസാരിക്കും. പക്ഷേ പഴയതുപോലെ ആവേശത്തോടെയുള്ള സംസാരമല്ല, വാക്കുകൾ കുറവാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം ജയിലിലെ പീഡനങ്ങൾ കാരണം മോശമായിട്ടുണ്ട്. നടുവേദനയും സന്ധിവേദനയും അദ്ദേഹത്തെ അലട്ടുന്നു. ഉറക്കമില്ലായ്മ അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പാണ്. രാത്രികളിൽ ഞെട്ടിയുണരുമ്പോൾ താൻ ഇപ്പോഴും ഉത്തര കൊറിയൻ ജയിലിലാണോ എന്ന് അദ്ദേഹം സംശയിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ വേദന ശാരീരികമല്ല, അത് മാനസികമാണ്. ഉത്തര കൊറിയയിൽ താൻ ഉപേക്ഷിച്ചുപോയ ഭാര്യ, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നു. താൻ കാരണം അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. താൻ രക്ഷപ്പെട്ടു, പക്ഷേ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും അദ്ദേഹത്തിനറിയില്ല. ഉത്തര കൊറിയൻ ഭരണകൂടം അവരോടെന്ത് ചെയ്തിരിക്കും? ലേബർ ക്യാമ്പുകളിലെ നരകയാതനകൾ അവർ അനുഭവിക്കുന്നുണ്ടാകാം. ഈ ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണെന്നെനിക്കറിയാം. എന്റെ കുടുംബത്തെ ഞാൻ ബലി കൊടുത്തു, അതിനെനിക്ക് മാപ്പില്ല. അദ്ദേഹം എഴുതാൻ ശ്രമിക്കുന്നുണ്ട്, തന്റെ അനുഭവങ്ങൾ പുസ്തകരൂപത്തിലാക്കാൻ. പ്രിസണർ 429 എന്ന പേരിൽ. ലോകമറിയേണ്ട പല സത്യങ്ങളും അതിലുണ്ടാകും. CIA-യെക്കുറിച്ചുള്ള, ഉത്തര കൊറിയൻ ജയിലുകളെക്കുറിച്ചുള്ള, അവിടെ താൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ, ഇതെല്ലാം ആ പുസ്തകത്തിലൂടെ പുറത്തുവരും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, ഉത്തര കൊറിയൻ ജനതയെ വെറുക്കരുത്. അവർ പാവങ്ങളാണ്. അവരെ ഭരിക്കുന്നത് ഒരു ക്രൂരനായ ഏകാധിപതിയാണ്. അവരെ രക്ഷിക്കാൻ ലോകമൊന്നിക്കണം. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അവിടെ ജീവിച്ച, അവിടുത്തെ സാധാരണക്കാരുമായി ഇടപഴകിയ, അവരുടെ കഷ്ടപ്പാടുകൾ നേരിട്ട് കണ്ട ഒരാളുടെ വാക്കുകളാണ്. ഇവിടെ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. കിം ഡോങ് ചുൽ എന്ന മനുഷ്യന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ധൈര്യമോ? അതോ മണ്ടത്തരമോ? അതോ വിധിയോ? ഒരു സാധാരണ പാസ്റ്റർ, ബിസിനസ്സുകാരൻ, ചാരൻ, തടവുകാരൻ, ഒടുവിൽ വീണ്ടും ഒരു സാധാരണ മനുഷ്യൻ. ഈ വേഷപ്പകർച്ചകൾക്കിടയിൽ അദ്ദേഹം നഷ്ടപ്പെടുത്തിയതെന്തൊക്കെയാണ്? നേടിയതെന്തൊക്കെയാണ്? ഉത്തര കൊറിയ എന്ന ഇരുമ്പു മറയ്ക്കുള്ളിൽ ഇന്നും അറിയപ്പെടാത്ത എത്രയോ കിം ഡോങ് ചുൽമാരുണ്ടാകാം. ലോകമറിയാതെ, ആരും കേൾക്കാതെ നരയ്ക്കുന്നവർ. അവരുടെ ശബ്ദമാകാൻ ഒരാൾക്കെങ്കിലും കഴിഞ്ഞു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഉത്തര കൊറിയ എന്ന നിഗൂഢത അവശേഷിക്കുന്നിടത്തോളം കാലം ഇത്തരം കഥകൾ ഇനിയുമുണ്ടാകും. നൂതന നായകന്മാർ, നൂതന വില്ലന്മാർ. പക്ഷേ കിം ഡോങ് ചുൽ എന്ന പേര്, പ്രിസണർ 429 എന്ന പേര് ചരിത്രത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടും. നന്ദി.